ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 14 അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും വായിക്കുന്നു. എന്നാൽ അമാലേക്കരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നതുകൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലിങ്കലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവിൻ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും? ഇസ്രയേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറവിൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നെയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേൽപോട്ട് എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കില്ല. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. നിങ്ങളോ നിങ്ങളുടെ ശവം മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യ ഭംഗം വഹിക്കും. ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കുമെന്ന് യഹോവയായി ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്ന് ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. എന്നാൽ ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂൻ്റെ മകൻ യോശുവയും യെഫുന്നെയുടെ മകൻ കാലേബും മരിച്ചില്ല. പിന്നെ മോശ ഈ വാക്കുകൾ ഇസ്രായേൽ മക്കളോടൊക്കെയും പറഞ്ഞു. ജനം ഏറ്റവും ദുഃഖിച്ചു. പിറ്റേന്ന് അവർ അധികാലത്ത് എഴുന്നേറ്റ്, ഇതാ യഹോവ ഞങ്ങൾക്ക് ചൊല്ലിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറിപ്പോകുന്നു, ഞങ്ങൾ പാപം ചെയ്തു പോയെന്ന് പറഞ്ഞ് മലമുകളിൽ കയറി. അപ്പോൾ മോശ, നിങ്ങൾ എന്തിന് യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നു? അത് സാധ്യമാകില്ല. ശത്രുക്കളാൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. യഹോവ നിങ്ങളുടെ മധ്യേ ഇല്ല. അമാലേക്കരും കനാന്യരും അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ വാളാൽ വീഴും. നിങ്ങൾ യഹോവ വിട്ട് പിന്തിരിഞ്ഞിരിക്കുക കൊണ്ട് യഹോവ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി. യഹോവയുടെ നിയമപ്പെട്ടവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ല താനും. എന്നാറേ മലയിൽ പാർത്തിരുന്ന അമാലേക്കരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ച് ഹോർമ വരെ ചിഹ്നിച്ച് ഓടിച്ചു കളഞ്ഞു. ഇസ്രയേൽ മക്കളുടെ പിറുപിറുപ്പിനും അവിശ്വാസത്തിനും അനുസരണക്കേടിനും ശിക്ഷയായി ദൈവം അവരോട് മടങ്ങി മരുഭൂമിയിലേക്ക് പോകുവാൻ പറയുകയാണ്. അത് പറഞ്ഞതിന് ശേഷം മോശയോടും അഹരോനോടും ദൈവം പറയുന്നു, ഈ ദുഷ്ടസഭ, ദൈവം പറയുകയാണ് ഇസ്രായേൽ മക്കളെ നോക്കി, ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും എന്ന് വെച്ചാൽ പിറുപിറുപ്പ് കേട്ട് ദൈവം മടുത്തിരിക്കുന്നു. അവരോട് പറയേണ്ടത് എന്താണ് എന്ന് താൻ മോശയോട് പറയുകയാണ്. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴുമെന്നാണ് പറയുന്നത്. അവരങ്ങനെയാണ് പറഞ്ഞത്. ഈ മരുഭൂമിയിൽ ഞങ്ങൾ മരിച്ചു വീഴാനാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. ദൈവം പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിക്കും. കാലേബും യോശുവയും ഒഴികെ വേറെ ആരും നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശത്ത് കടക്കിയില്ല. എന്നാൽ ഇവർ തന്നെ ഇവരുടെ മക്കളെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ മക്കൾ കൊള്ളയായി പോകുമെന്നാണ്. ആ മക്കൾ, കുഞ്ഞുകുട്ടികൾ, ഈ ദേശം, അതായത് വാഗ്ദത്ത ദേശം അവർ അറിയും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ വീഴുന്നത് വരെ, ഒടുങ്ങും വരെ 40 വർഷം ഇവരുടെ മക്കൾ ഇടയന്മാരായി സഞ്ചരിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ 40 വർഷങ്ങൾ ഇവരുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ വേസ്റ്റാക്കി കളയും. ചെറിയ കുട്ടികളാണ്, 20 വയസ്സിൽ താഴെയുള്ളവർ 40 വർഷം അലഞ്ഞു തിരിയുക എന്ന് പറഞ്ഞാൽ ഓർത്തു നോക്കൂ. അവരുടെ നല്ല പ്രായം
അവരെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടുന്ന പ്രായം മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വരും. പിതാക്കന്മാർ ചെയ്തതിൻ്റെ ഫലം മക്കൾ അനുഭവിക്കുകയാണ്. മാത്രമല്ല, ഈ മക്കൾ മനസ്സിൽ പറയുന്നത്, ഈ പിതാക്കന്മാർ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വാഗ്ദത്ത ദേശത്ത് ചെല്ലാമായിരുന്നു എന്നാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. 40 വർഷം മക്കൾ പിതാക്കന്മാരെക്കുറിച്ച് പിറുപിറുക്കും. കാരണം ഈ പിതാക്കന്മാർ അവർക്ക് നന്മ മാത്രം ചെയ്ത ദൈവത്തെക്കുറിച്ച് പിറുപിറുത്തു. ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും എന്നാണ് ദൈവം പറഞ്ഞത്. അവർ മരുഭൂമിയിൽ മരിക്കും. അവർ ദേശം ഉറ്റുനോക്കുവാൻ പോയിട്ട് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവൻ യഹോവയ്ക്കെതിരായി പിറുപിറുത്തു. അതിനിടയാക്കിയ 10 പേർ, ആ 10 പുരുഷൻ, 12 പേരിൽ 10 പുരുഷന്മാർ ഒരു ദിവസം ബാധ കൊണ്ട് മരിക്കുകയാണ്. അവരുടെ മരണത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം അവർ 10 പേര് ഒരുമിച്ചാണ് മരിക്കുന്നത്. 10 പേരും 10 ഗോത്രക്കാരാണ്, 10 കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. അവരെല്ലാവരും നേതൃസ്ഥാനത്തുള്ളവരായിരുന്നു. അവർ 10 പേരും ഒരുമിച്ച് മരിച്ചത് ഒരടയാളമാണ്. കാരണം എന്താണെന്നറിയാമോ? ഇവർ മരിച്ചതുകൊണ്ട് ഇനി ദൈവം പറഞ്ഞതുപോലെ ബാക്കിയുള്ള ആളുകളും ഈ 40 വർഷത്തിനുള്ളിൽ മരിക്കും എന്ന കാര്യം ഉറപ്പായി. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 10 പേർ മരിച്ചത് കൂടെ യോശുവയും കാലേബും മരിച്ചുമില്ല. അപ്പോൾ അവർ ജീവിക്കുമെന്നുള്ള കാര്യവും ജനത്തിന് മനസ്സിലായി. ഇത് ദുർവർത്തമാനം പറഞ്ഞ ആളുകൾ മരിക്കുകയും അതിനുശേഷം ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ മോശയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അവർ കേൾക്കുകയും ചെയ്തപ്പോൾ അവർ ദുഃഖിച്ചു എന്ന് നാം വായിക്കുന്നു. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും അവർക്കൊരു മാനസാന്തരം ഉണ്ടായി എന്ന്. എന്നാൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ദുഃഖിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അവർക്ക് മാനസാന്തരമൊന്നും ഉണ്ടായില്ല. മാനസാന്തരം ഉണ്ടായിരുന്നെങ്കിൽ ഇനിയെങ്കിലും അവർ ദൈവം പറയുന്ന കാര്യം അനുസരിച്ചേനെ. അവർ ചെയ്തതെന്താണ്? പിറ്റേ ദിവസം അധികാലത്ത് എഴുന്നേറ്റ്, ഇതാ യഹോവ ഞങ്ങൾക്ക് ചൊല്ലിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറിപ്പോകുന്നു, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് മലമുകളിൽ കയറി. ഇവർ പാപം ചെയ്തു പോയി എന്ന കാര്യം ഇവർക്ക് മനസ്സിലായെങ്കിലും പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നതിന് പകരം വീണ്ടും പാപം ചെയ്യുകയാണ്. ദൈവം പറഞ്ഞതിനെതിരെ മറുതലിക്കുകയാണ്. മോശ ഇവരോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നത് എന്താ? ഇത് സാധിക്കില്ല. ഇവിടെ ഇവർക്ക് ദുഃഖം തോന്നിയെന്നുള്ളത് ഇവർ ദൈവത്തെ അനുസരിച്ചില്ലെന്നോ പാപം ചെയ്തെന്നോ ദൈവത്തെ ദുഃഖിപ്പിച്ചെന്നോ വിചാരിച്ചല്ല. ദൈവം അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് ഓർത്താണ് അവർ ദുഃഖിക്കുന്നത്. പലപ്പോഴും ആളുകൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് അനുദപിക്കുന്നു, എനിക്കതിൽ ദുഃഖമുണ്ട്, വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നത് പാപത്തെ ഓർത്തിട്ടല്ല, മറിച്ച് ആ പാപത്തിന് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ദുഃഖിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അവർക്ക് പാപത്തെക്കുറിച്ച് മാനസാന്തരം ഉണ്ടായില്ല. അവർക്കുണ്ടാകാൻ പോകുന്ന മോശം കാര്യങ്ങളെക്കുറിച്ചാണ് അവർക്ക് ദുഃഖം തോന്നിയത്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ദൈവത്തെ അനുസരിക്കാതിരുന്നു. എന്നാൽ അവർ വീണ്ടും അപകടത്തിലേക്കാണ് ചെന്നുപെട്ടത്. അവരെ കനാന്യരും അമാലേക്കരും തോൽപ്പിച്ചു കളഞ്ഞു. അവരിൽ ചിലർ മരിച്ചു പോകുവാനും ഇടയായി. അവിടെ അവർ മലമുകളിൽ കയറിയത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ അനുസരണം കൊണ്ടോ മാനസാന്തരപ്പെട്ട് അവർക്ക് വിനയമുണ്ടായതുകൊണ്ടോ അല്ല, മറിച്ച് അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറിയെന്നാണ് പറയുന്നത്. അവർ അങ്ങനെ പോയപ്പോൾ നിയമപ്പെട്ടകം അവരുടെ കൂടെ പോയില്ല, മോശ പോയില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഇല്ലായിരുന്നു താനും. നാം പാപത്തെ ഓർത്താണ് അനുദപിക്കേണ്ടത്, അല്ലാതെ പാപം മൂലമുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചോ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഓർത്തല്ല. ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുന്നവർ പാപത്തെ ഓർത്ത് അനുദപിക്കും. പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചോ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ഓർത്തല്ല. ദൈവത്തെ അനുസരിക്കാഞ്ഞതിന് ദൈവം തരുന്ന ശിക്ഷ, അത് വിനയത്തോടെ അംഗീകരിക്കുന്നതാണ് നല്ലത്. അതിനെതിരെ മറുതലിക്കാൻ പോയാൽ വീണ്ടും ശിക്ഷയുണ്ടാവുകയേ ഉള്ളൂ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി.
ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.